ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജാവ വിർച്വൽ മെഷീൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ ജാവ എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ആവും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ജെ വി എം. ഓക്കെ, ജെ വി എം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് ജാവ സ്പേസ് ജി ഡി കെ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യുക. ജി ഡി കെ എന്ന് പറഞ്ഞാൽ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ലിങ്ക് കാണുന്നത് www.oracle.com, അതിനകത്തോട്ട് കയറുക. ദെൻ നിങ്ങളുടെ ഏതാണോ ഒ എസ്, ഇപ്പോൾ എൻ്റെ ഒ എസ് എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. സോ നിങ്ങളുടെ വിൻഡോസ് മാക് ഒ എസ് ആണെങ്കിൽ അങ്ങനെ, ലിനക്സ് ആണെങ്കിൽ അങ്ങനെ അതെടുത്തതിന് ശേഷം X6, ഇപ്പോൾ എൻ്റെ വിൻഡോസ് ആയതുകൊണ്ടാണ് ഇതെടുത്ത്, X64 ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ അതിവിടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ആയിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ഫിനിഷിംഗ് സ്റ്റെപ്സും ഇൻസ്റ്റലേഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. തന്നെ ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ലൊക്കേഷൻ നോക്കിക്കേ, ലോക്കൽ ഡെസ്ക് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവയിൽ JDK24, ഇത് നിങ്ങൾ റിമെമ്പർ ചെയ്തോണേ, അവിടെയാണിത് സേവ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. സോ അതിപ്പോൾ ഇൻസ്റ്റാൾ ആവും. ഫയൽസ് എല്ലാം കോപ്പി ആവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ജാവ JDK ഇൻസ്റ്റാൾ ആവുകയാണ്. ദെൻ ക്ലോസ് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ പോയിട്ട് ലോക്കൽ ഡിസ്ക് സിയിൽ എവിടെയാണ് അത് കിടക്കുന്നത്, പ്രോഗ്രാം ഫയൽസിൽ, അതല്ലായിരുന്ന ലൊക്കേഷൻ, പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്ന് പറയുന്ന ഫോൾഡറിലാണ് JDK കിടന്നിരുന്നത് അല്ലേ. അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഈ ഇവിടെ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ അഡ്രസ്സ് നമ്മൾ കോപ്പി ആക്കണം. Ctrl+C അടിച്ച് ഞാൻ കോപ്പി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സിസ്റ്റം വേരിയബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം വേരിയബിൾ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ സെർച്ച് എഞ്ചിനിൽ എഡിറ്റ് സിസ്റ്റം എൻവയോൺമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, എഡിറ്റ് സിസ്റ്റം എൻവയോൺമെൻറ്റ്, അപ്പോൾ ഈ ഒരു സംഭവം വരും, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ പാത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ പാത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ്, ദെൻ അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത പാത്ത് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാവ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവാനായിട്ടാണ്. ദെൻ ഓക്കെ, ദെൻ ഓക്കെ, ദെൻ ഈ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഷൻ നോക്കാം. CMD സെർച്ച് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വേർഷൻ എങ്ങനെയാണ് നോക്കേണ്ടേ, ജാവ -വേർഷൻ സ്പേസ് -വേർഷൻ. ഓക്കെ, അപ്പോൾ എത്രാമത്തെ വേർഷനാണ് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കേണ്ട, ജാവ വേർഷൻ 24.0.1, അതിൻ്റെ എൻവയോൺമെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാവേ.